ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കിഡ്സിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള 2 DIY വീഡിയോസ് ആയിട്ടാണ്. അത് നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കവായി കീ ചെയിൻ ആണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടി അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കണം. നമ്മൾ നോട്ട് ബുക്കിനൊക്കെ കവർ പേജില്ല, അതുപോലത്തെ ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള കവായി സ്റ്റിക്കർ അതിമൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാനിവിടെ ഒരു കോഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ആ ഹോളിലൂടെ നമ്മൾ കീ ചെയിനും കൂടെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നമുക്ക് കവായി സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പുറത്തുനിന്ന് വാങ്ങാത്ത നമുക്ക് വീട്ടിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് കുറച്ച് പിക്ചേഴ്സ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് വരക്കാൻ അറിയാത്തത് കൊണ്ട് ഞാനത് ട്രേസ് ചെയ്തിട്ട് വരച്ചതാണ്. നിങ്ങൾക്ക് വരക്കാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരക്കാം. പിക്ചേഴ്സൊക്കെ നോർമലായിട്ടുള്ള A4 ഷീറ്റിൽ ഒന്ന് വരച്ചാൽ മതി. വേറെ സെപ്പറേറ്റ് പേപ്പേഴ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. A4 ഷീറ്റ് തന്നെ മതി. എന്നിട്ട് നമുക്ക് വരച്ചെടുത്ത എല്ലാ പിക്ചേഴ്സിൻ്റെ മുകളിൽ കൂടി നമുക്കൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം. ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വേണം വരച്ചു കൊടുക്കാൻ. ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ പെന്നു കൊണ്ടാണ് വരച്ച് കൊടുക്കുന്നത്. ഇത് ഫുള്ളായിട്ടോ നമുക്കൊന്ന് വരച്ചെടുക്കാം. എല്ലാ പിക്ചേഴ്സ് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ പെൻസിൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം. എനിക്കൊന്നും കൂടെ നന്നായിട്ട് തോന്നിയത് പെൻസിൽ കളറാണ്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പിക്ചേഴ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് വൈറ്റ് ബോർഡർ വിട്ടിട്ട് വേണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇവയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ ഷീറ്റ് ആണ്. ബട്ടർ ഷീറ്റ് ഇല്ലെങ്കിൽ നെയിൽ സ്ലിപ്പിൻ്റെ ബാക്കിലൊക്കെ കാണില്ല ഒരു ഷീറ്റ്, അത് നമുക്ക് എടുത്താൽ മതി. ഞാനിപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ബട്ടർ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് അതായാലും മതി. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒട്ടിച്ച് കൊടുക്കുന്ന മാതിരി ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് എത്ര ലെങ്ത്തിലാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ എത്ര സ്റ്റിക്കറാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ സ്റ്റിക്കേഴ്സ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഈ ടാപ്പ് ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് കെയർഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. നല്ല നീറ്റായിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. നോർമലി സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്ന പോലെ തന്നെ ബാക്കിൽ നിന്ന് ആ ഷീറ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കിഡ്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.